ഇന്നലെ രാത്രി ബിഗ് ബോസിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. കിടിലൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാണിച്ചതെന്ന് വെച്ചാൽ ജിസയിൽ അനുമോള് എല്ലാവരും കൂടി ഇരിക്കുന്ന ആ ഒരു സമയത്ത് ജിസയിൽ വന്നിട്ട് അനുമോള് പേരിലൊരു മോഷണ കുറ്റം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് അനുമോൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാനൊക്കും. അനുമോൾക്ക് അത്രയേറെ ദേഷ്യം വന്നു. അങ്ങനെ അനുമോൾ ചാടിപ്പറിച്ചെഴുന്നേച്ചിട്ട് അനാവശ്യം പറയരുത് എന്നും പറഞ്ഞിട്ട് ജിസൈലിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. വിരലും ചൂണ്ടിക്കൊണ്ടാണ് ചെല്ലുന്നത്. ശരിക്കും ജിസൈലിൻ്റെ മുഖത്ത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിരൽ ചൂണ്ടി അത്രയും സ്ട്രോങ് ആയിട്ട് ചെന്നിട്ട് നിൽക്കുകയാണ് നമ്മുടെ അനുമോള്. കൈയൊക്കെ തട്ടിക്കളയാണ്, ജിസൈലിൻ്റെ കൈയൊക്കെ തട്ടി എറിയുകയാണ്. പിടിച്ച് തള്ളിയോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല, അതങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അവിടെ ഒരു വലിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇരുന്നവരൊക്കെ ഓടി ചെല്ലുന്നതായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം ബിഗ് ബോസിൽ പരസ്പരം ബോഡി ടച്ചിങ് ഒന്നും പാടില്ല എന്നാണ്. അതായത് നമുക്കിപ്പോൾ സ്നേഹമായിട്ട് എന്നിട്ട് ഒരാളെ ഇങ്ങനെ ഒന്ന് തട്ടിയാൽ അതിൽ കുഴപ്പമൊന്നുമില്ല. അതേസമയം ഇങ്ങനെ ഒരു തട്ടാണെങ്കിൽ പോലും അത് ആ ഒരു ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ വിഷയമാവും. പക്ഷേ എന്തായാലും അനുമോള് ജിസൈലിനെ തല്ലിയോ എന്ന് ചോദിച്ചാൽ തല്ലാൻ വഴിയില്ല. കാരണം അനുമോളിന് ബോധമില്ലാതില്ലല്ലോ, അത്രയും ബോധം ഉണ്ടല്ലോ. ഇത് ബിഗ് ബോസ് ഹൗസാണ്, ഇവിടെ ആരെയും തല്ലാൻ പാടില്ലെന്ന്. പക്ഷേ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായി. പുള്ളിക്കാരത്തി വിരൽ ചൂണ്ടിക്കൊണ്ട് ജിസൈലിൻ്റെ മുഖത്തിന് നേരെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് നിന്ന് കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. മോഷണക്കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്തു. അത് മോഷണക്കുറ്റം ഒരാളെ പറയുന്ന സമയത്തിന് ആർക്കായാലും ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇത് എന്ന് പറയുന്നത് നമ്മൾ ബിഗ് ബോസ് വീടാണ്. ഇവിടെ ഒരു എതിരാളിയായിട്ട് നിൽക്കുന്ന മനുഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു മെൻ്റലി അവരെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പലതും പറയും. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഒരുപാടങ്ങ് പ്രൊവോക്കായി പോകാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അതൊക്കെ ഈ ഒരു വീട്ടിനുള്ളിലേക്ക് വരുമ്പോൾ തന്നെ മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ. ഇതിനു മുമ്പാണെങ്കിൽ ജിസൈലിൻ്റെ ആ ഒരു വസ്ത്രത്തിൻ്റെ ആ ഒരു വിഷയം വന്ന സമയത്ത് ബിഗ് ബോസ് കൊടുത്ത വസ്ത്രം ജിസൈൽ മനഃപൂർവ്വം കീറിയതാണ് എന്നുള്ള രീതിയിൽ ഒരു ആരോപണം അനുമോൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ജിസൈൽ ഇതുപോലെ വന്നിട്ട് അനുമോളെ ആക്രമിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആത്മസംയമനത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നാണ് പറയാനുള്ളത്. നമുക്ക് എല്ലാം പറയാം, കയ്യാങ്കളിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ പുറത്തേക്ക് പോവേണ്ടി വരും. നമ്മൾ ഇതിനു മുമ്പ് കണ്ട പല സീസണിലും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ റോബിൻ്റെ ആ ഒരു വിഷയവും കാര്യങ്ങളൊക്കെ, റോബിൻ പുറത്തു പോയ സാഹചര്യമൊക്കെ നമുക്കറിയാം. ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അതുപോലെ രജിത് കുമാർ സാറിൻ്റെ വിഷയവും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ആത്മസംയമനം പാലിച്ചിട്ട് അനുമോള് കളിയിലേക്ക് വരിക. അനുമോള് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമർ തന്നെയാണ്, ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അനുമോളാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് അനുമോൾക്ക് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലെന്നല്ല, തർക്കവുമില്ല. അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.